തകിടം മറിക്കപ്പെട്ട കാലാവസ്ഥ, ചൂടുകൂടുന്ന ഭൂമി, ആഗോള താപനമായിരുന്നു ഇതേവരെ. പക്ഷേ ഇപ്പോൾ ആഗോള തിളയ്ക്കലാണ് എന്നാണ് അവർ പറയുന്നത്. ബിൽഗേറ്റ്സും ലോകാരോഗ്യ സംഘടനയും ലോകത്തെ നിയന്ത്രിക്കുന്നവരും പറയുന്നു ഭൂമിയുടെ ചൂട് വല്ലാതെ കൂടി, വലിയ ഭീകരമായ പ്രശ്നങ്ങൾ വരുന്നു. 2023 ആഗസ്റ്റ് 21 തിങ്കളാഴ്ച മാതൃഭൂമി ദിനപത്രം മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു, തീച്ചൂളയാക്കരുത് ഈ ഭൂമിയെ. നമ്മളാൽ തകിടം മറിക്കപ്പെട്ട കാലാവസ്ഥയുടെ സ്വാഭാവികത തിരികെ പിടിക്കേണ്ട കാലം കൺമുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു വീഴ്ച പോലും ഭൂമിയെയും മനുഷ്യനുൾപ്പെടെയുള്ള ജന്തുജാലങ്ങളെയും തള്ളിവിടുക തീച്ചൂളയിലേക്കായിരിക്കും. പ്രവർത്തിച്ചു തുടങ്ങാൻ ഇനിയും അമാന്തിക്കരുത് എന്നാണ് മാതൃഭൂമി പറയുന്നത്. 2023 ജൂലൈ 29 മാതൃഭൂമി ദിനപത്രം മുൻപേജിൽ തന്നെ മഴ കുറഞ്ഞു 32%. സാധാരണ തോതിൽ പെയ്തത് 5 ജില്ലകളിൽ മാത്രം. കുടിവെള്ളത്തിന് പോലും ക്ഷാമമുണ്ടാകുമോ എന്നുള്ളൊരു പേടി ഈ ദിവസങ്ങളിൽ പെയ്യുന്ന മഴയുടെ മുന്നിൽ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പെയ്യുമ്പോൾ ഒരുമിച്ച് പെയ്യുകയും പിന്നെ പെയ്യാതിരിക്കുകയും ഒരുമിച്ച് പെയ്ത മഴവെള്ളം മുഴുവൻ ഒരുമിച്ചൊഴുകി കടലിലേക്ക് പോവുകയും ഒക്കെ ചെയ്യുന്ന തരത്തിൽ എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. 2023 ഓഗസ്റ്റ് 28 തിങ്കളാഴ്ച മാതൃഭൂമി നൽകിയിട്ടുള്ള മറ്റൊരു വാർത്ത വളരെ പേടിയുണ്ടാക്കുന്നതാണ്. ആഹാരമുണ്ടാക്കാൻ സസ്യങ്ങൾ വിയർക്കുന്നു. ഇനി നാം എങ്ങനെ ജീവിക്കും? ഇതാണ് ചോദ്യം. പ്രകാശ സംശ്ലേഷണം അസാധ്യമാക്കുന്ന വിധത്തിൽ ചൂട് കൂടുന്നു. ലണ്ടനിൽ നിന്നുള്ള വാർത്തയാണ്. അനിയന്ത്രിതമായി കൂടുന്ന ചൂട് സസ്യങ്ങളുടെ പ്രകാശ സംശ്ലേഷണത്തെ ബാധിക്കുമെന്ന് പഠനം. ഉഷ്ണമേഖലാ വനങ്ങളിലെ സസ്യങ്ങൾക്ക്, വൃക്ഷങ്ങൾക്ക് ചൂട് കൂടിയതുകൊണ്ട് ഇലകളുടെ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങൾ നേരെ ചൊവ്വേ നടത്താൻ പറ്റുന്നില്ല എന്നാണ് വാർത്ത. നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തെ ആധാരമാക്കിയിട്ടാണ് മാതൃഭൂമി വളരെ പേടിക്കേണ്ട ഈ വാർത്ത നമ്മുടെ മുന്നിലേക്ക് ഇടുന്നത്. ചൂട് കൂടുന്നതോടെ ഇലകൾ വരണ്ട് കരിഞ്ഞു കൊഴിഞ്ഞു പോകുന്നതും പരാഗണം നടക്കാതെ വരുന്നതും ഓക്സിജൻ പുറത്തേക്ക് വിടാൻ കഴിയാതെ വരുന്നത്, ഭൂമിയിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റുവാങ്ങാൻ കഴിയാതെ വരുന്നത്, ഇങ്ങനെയുള്ള ഭീതിയെയാണ് ഭൂമിയുടെ ചൂട് കൂടുന്നത് കൊണ്ട് നാം ആലോചിക്കാത്ത നിരവധി വഴികളിലൂടെയാണ് അപകടം കടന്നു വരുന്നത്. മാതൃഭൂമി വിശദമായി തന്നെ ആ വാർത്ത ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 19 ശനിയാഴ്ചയിലെ മലയാള മനോരമ മറ്റൊരു വാർത്തയാണ് നമ്മുടെ മുന്നിലേക്ക്. കേരളത്തിൻ്റെ വെല്ലുവിളി കടുത്ത ചൂടും ഇടിമിന്നലും. ഇടുങ്ങിയ കെട്ടിടങ്ങൾ നിർമ്മിക്കരുത്, താക്കീതാണ്. നമ്മളെ കൊണ്ട് പറ്റുമോ? നമുക്ക് വികസിക്കണ്ടേ? കടുത്ത ചൂട്, ശക്തമായ കാറ്റ്, ഇടിമിന്നൽ എന്നിവയാണ് കേരളത്തെ കാത്തിരിക്കുന്ന പ്രധാന വെല്ലുവിളികളെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് കില സംഘടിപ്പിച്ചൊരു സെമിനാറിലായിരുന്നു അദ്ദേഹം ഈ മുന്നറിയിപ്പ് നൽകിയത്. ഈ വർഷം തന്നെ ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ചയിലെ മലയാള മനോരമ 1.2 ലക്ഷം വർഷങ്ങൾക്കിടെ ഭൂമിയിൽ ഇത്രയും ചൂട് ആദ്യം, ആഗോള താപനം കഴിഞ്ഞു, ഇനി തിളപ്പ് മുന്നറിയിപ്പ് നൽകി UN സെക്രട്ടറി ജനറൽ ജനീവ. യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും ഉഷ്ണക്കാറ്റ് വീശി ലോകത്തിലെ ഏറ്റവും ചൂടേറിയ മാസമായി ജൂലൈ മാറിയതോടെ ആഗോള താപനം ആഗോള തിളപ്പായി മാറിയെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി. ഗ്ലോബൽ വാർമിംഗ്
ആഗോളതാപനം. കാലഘട്ടത്തിന് അന്ത്യമായെന്നും ഗ്ലോബൽ ബോയിലിംഗ് വെന്തുരുകൽ യുഗം വന്നെത്തിയെന്നും സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. വിശദമായി തന്നെ മലയാള മനോരമ വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയത് നമ്മുടെ വിദഗ്ധന്മാരാണ്, വികസന നായകന്മാരാണ്, ഫാക്ടറികളാണ്. കുടിൽ വ്യവസായങ്ങളെയും ചെറുകിട വ്യവസായങ്ങളെയും പുച്ഛിച്ചും പരിഹസിച്ചും അതൊന്നും വികസനമല്ല എന്ന് പറഞ്ഞ് ഒരു തുള്ളി പുകയുണ്ടാക്കാതെ, ചൂടുണ്ടാക്കാതെ ഖാദി വസ്ത്രങ്ങൾ ഉണ്ടാക്കാനാകുന്ന ഒരു സ്ഥാനത്ത്, കൈത്തറി വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്ന സ്ഥാനത്ത് വൻകിട ഫാക്ടറികളാണ് വികസനം എന്ന് പറഞ്ഞ് കുത്തകയുടെ ധനശേഖരണത്തിന് വേണ്ടി നമ്മെ നമ്മുടെ വികസന നായകന്മാർ ചതിച്ചപ്പോ, ഗാന്ധിജിയെ പഴഞ്ചനെന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കിയപ്പോ ആഗോള താപനത്തിലേക്ക് അവർ സംഭാവന ചെയ്യുകയായിരുന്നു. അപകടത്തിൻ്റെ ഈ 11-ാം മണിക്കൂറിൽ എന്താണ് നമുക്ക് ചെയ്യാനാകുക? എന്താണ് ഇതിനുള്ളൊരു പരിഹാരം? ആ ചിന്തയിലേക്ക് അല്പനിമിഷം നമുക്ക് വരാം. ആഗോള തിളയ്ക്കലിന് അല്ല, ആഗോള താപനത്തിനായാലും പരിഹാരം, മറുപടി പ്രകൃതി ജീവനമാണ്. പ്രകൃതി ജീവനത്തിലേക്ക് വരുമ്പോൾ തന്നെ കൃത്രിമ ഊർജത്തിൻ്റെ ആവശ്യകത നിങ്ങൾക്ക് വളരെ കുറയും. ആഹാരത്തിൽ വേവിച്ച ഭക്ഷണം ഒരു നേരം അല്ലെങ്കിൽ 2 നേരം, അതിൽ കൂടുതൽ പ്രകൃതി രീതിയിലേക്ക് വരുന്നവർ ഭക്ഷണം കഴിക്കാറില്ല. 3-ാമത്തെ നേരം കഴിക്കുമെങ്കിൽ അത് വേവിക്കാത്തതായിരിക്കണം എന്നതാണ് നമ്മുടെ നിർബന്ധം. പഴങ്ങൾ അല്ലെങ്കിൽ വേവിക്കാത്ത പച്ചക്കറികൾ, കരിക്ക്, തേങ്ങ. ആഗോള താപനത്തെ തന്നെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. വേസ്റ്റുകൾ എത്രയും കുറയുന്നു, കെമിക്കൽ വേസ്റ്റുകൾ തീരെ കുറയുന്നു. കഴിയുന്നത്ര പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കാതെ, കഴിയുന്നത്ര വാങ്ങലുകൾ കുറച്ച്, വീട്ടിൽ തന്നെ കഴിയുന്നത്ര ചെറുകൃഷികൾ ചെയ്ത്, ടെറസ് കൃഷി ചെയ്ത്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിന് ചെറിയ ചെറിയ മാറ്റങ്ങൾ നൽകുമ്പോൾ എല്ലാവരും കൂടെ അത് ചെയ്താൽ ലോകത്ത് ഈ തിളയ്ക്കലിന് പരിഹാരം കണ്ടുപിടിക്കാൻ സാധിക്കും. കുത്തകയുടെ കേന്ദ്രീകൃത വ്യവസായങ്ങളെ, കോർപ്പറേറ്റുകളുടെ കേന്ദ്രീകൃത വ്യവസായങ്ങളെ, വ്യാപാരങ്ങളെ പരമാവധി വേണ്ട എന്ന് പറയാൻ സാധിക്കണം. മൊത്തം വേണ്ട എന്ന് പറയാൻ നമുക്ക് സാധിക്കില്ലായിരിക്കാം. പക്ഷേ കഴിയുന്നിടത്തോളം അയൽവാസികൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, സാധാരണക്കാരുണ്ടാക്കുന്ന എളിയ രീതിയിൽ അധികമായ ചൂടുണ്ടാക്കാതെ, അധികം എനർജി ഉപയോഗിക്കാതെ, ആരോഗ്യം കൊണ്ട്, സ്വന്തം ഊർജം കൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിലേക്ക് വരിക. അവ വാങ്ങാൻ പ്രാഥമികമായ താല്പര്യം കാണിക്കുക. ആഗോള തിളയ്ക്കലിനെ നമുക്ക് പിടിച്ചു കെട്ടാൻ സാധിക്കും. മരുന്നുകൾ കഴിക്കാത്തവരാണ് പ്രകൃതി ജീവന പ്രവർത്തകർ. ഈ മരുന്ന് കമ്പനികൾ ഉണ്ടാക്കുന്ന ചൂട്, കെമിക്കലുകൾ വേർതിരിക്കുന്നതിൻ്റെ ആ പ്രോസസ്സിൻ്റെ, മരുന്നുകളുടെ എക്സിപ്പിയൻസിൻ്റെ, അതിൻ്റെ പാക്കിങ്ങിന് വേണ്ടിയൊക്കെയുള്ള ഭീകരമായ പരിസ്ഥിതി ചൂഷണം, അന്തരീക്ഷത്തെ ചൂട് കൂട്ടുന്ന പ്രവർത്തനങ്ങൾ വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കും. കൃഷിയിലാണെങ്കിൽ രാസവളവും കീടനാശിനികളും ഉപയോഗിക്കാതെയായാൽ ആ വഴിക്കും പ്രകൃതിയെ ചൂടുപിടിപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങളെ, വ്യാവസായിക പ്രവർത്തനങ്ങളെ നമുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ സാധിക്കും. കൃഷിയുടെ വിഭവങ്ങളെ മിഠായിയായും ചോക്ലേറ്റായും ഐസ്ക്രീമായും ബിസ്ക്കറ്റായും ഒക്കെ മാറ്റുന്ന ആ വ്യവസായങ്ങളും നമുക്ക് ആവശ്യമില്ലാത്തവയാണ്. നമ്മളാരും അത്തരം സാധനങ്ങൾ കഴിക്കുന്നവരുമല്ല. അത്തരം അനാവശ്യ വ്യവസായങ്ങളെയും ആഹാര വസ്തുക്കളുടെ വാല്യൂ അഡിഷൻ എന്ന് പറഞ്ഞ് അവയെ രോഗകാരികളാക്കുന്ന ആ വ്യവസായങ്ങളെയും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. ചെയ്തില്ല എങ്കിൽ എല്ലാവരും ഒരുമിച്ച് കരിഞ്ഞു മരിക്കുകയാണ് ഭാവിയുള്ളത്. വികസനക്കാർക്ക് ഇതിപ്പോഴും അംഗീകരിക്കാൻ പറ്റില്ലായിരിക്കും. പക്ഷെ വേറെ നിവൃത്തിയില്ല എന്നുള്ളത് തിരിച്ചറിയണം. കുറച്ചുകൂടെ വ്യക്തിപരമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ നല്ലൊരു ഭാഗവും
ഭരണാധികാരികൾ ശ്രദ്ധിക്കേണ്ട, വികസനക്കാർ ശ്രദ്ധിക്കേണ്ട, അതിസമ്പന്നർ ശ്രദ്ധിക്കേണ്ട ജാഗ്രതകളാണ്. അതിനവർക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, ഉൽപാദനം കുറയില്ലേ, അങ്ങനെയുള്ള നിരവധി സ്വാർത്ഥ താല്പര്യ ചോദ്യങ്ങളുമായി അവർ ഹാലിളക്കും. പക്ഷേ വേറെ നിവൃത്തിയില്ലാതെ വഴിമുട്ടുകയാണ്. ആലോചിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യക്തിപരമായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം, പഴങ്ങൾ, 1-2 നേരം വേവിച്ച ഭക്ഷണം, അത് മതി ശരീരത്തിന്. ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസമെടുക്കണം. രാവിലെ മുതൽ രാത്രി വരെ, അല്ലെങ്കിൽ തലേ ദിവസം രാത്രിയിലെ അത്താഴം കഴിഞ്ഞ് പിറ്റേ ദിവസം പൂർണ്ണമായും വെള്ളം മാത്രം കുടിച്ച്, പച്ചവെള്ളം മാത്രം കുടിച്ച്, അതിനടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന രീതിയിലുള്ളൊരു ഉപവാസം, അത്തരത്തിലുള്ളൊരു ഉപവാസം ലോകത്തുള്ള എല്ലാ മനുഷ്യരും എടുക്കാമെന്ന് വെച്ചാൽ തന്നെ ആഗോള ജ്വലനത്തെ, ആഗോള താപനത്തെ പോലും നമുക്ക് താഴേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ വിനോദ പരിപാടികൾ, ഊർജം ഉപയോഗിച്ചുള്ള വിനോദ പരിപാടികളെല്ലാം നിർത്തണം. അത് മൊബൈലിൽ കാണുന്ന ഗെയിമുകളായാലും, കമ്പ്യൂട്ടർ ഗെയിമുകളായാലും, ഷോപ്പിംഗ് മാളിലെ ഗെയിമുകളായാലും, ഊർജം ഏറ്റവും കുറച്ച് പരസ്പരം ആനന്ദിക്കുന്ന വിനോദങ്ങളിലേക്ക് വരാൻ നമുക്ക് സാധിക്കണം. കാറ്റും വെളിച്ചവും കടക്കുന്ന മുറികൾ നമുക്കുണ്ടാവണം. ഏതൊരു മുറിയിൽ കടന്നാലും ലൈറ്റിട്ട് കാര്യങ്ങൾ നടത്തുന്ന ശീലം മാറ്റി കണ്ണുകളെ കുറഞ്ഞ വെളിച്ചത്തിൽ കാണാൻ കഴിയുന്ന രീതി വീണ്ടും കൊണ്ടുവരുന്നതിന് പ്രേരിപ്പിക്കണം. അങ്ങനെ ചെറുതും വലുതുമായ പുനഃസംഘടനകളിലൂടെ, പുനഃക്രമീകരണങ്ങളിലൂടെ ലോകത്തെ മനുഷ്യർ ഒരുമിച്ച് ശ്രമിച്ചാൽ നീതിയുള്ള ജീവിതം സകലർക്കും കിട്ടുകയും ചെയ്യും. ഭൂമിയെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാനും സാധിക്കും. അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ, അപ്രിയമായ കാര്യങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന മാതൃഭൂമിക്കും മലയാള മനോരമയ്ക്കും അഭിവാദ്യങ്ങൾ. കുറെ കൂടെ ഈ പരിഹാര നിർദ്ദേശങ്ങൾ പത്രങ്ങൾ ശ്രദ്ധിക്കണം, ചാനലുകൾ ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും 6:30 മണിക്ക് രാവിലെ തന്നെ നമ്മുടെ ഒരു എപ്പിസോഡ് നേച്ചർ ലൈഫ് TV-യിൽ വീഴുന്നുണ്ട്. കാണുകയും ഷെയർ ചെയ്യുകയും കഴിയുന്നത്ര കമൻറ്റുകൾ എഴുതുകയും കഴിയുന്നത്ര കമൻറ്റുകൾ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.